ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ മകര രാശിയിലെ സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 2024 ഡിസംബർ മാസം 2-ാം തീയതി മുതൽ 28-ാം തീയതി വരെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നിച്ചു. അതായത് കർക്കിടകം രാശിക്കാരായ പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനാണ്. അത് സുഖസ്ഥാനത്തിൻ്റെ കൂടി അധിപനായ ആ ശുക്രൻ പ്രബല ഗ്രഹമാണ്. അനുഗ്രഹിക്കുവാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആ ഗ്രഹം തൻ്റെ ബന്ധുക്ഷേത്രമായ മകരം രാശിയിൽ നിൽക്കുമ്പോൾ ദൈവാധീനം കൂടെയുള്ള ഈ കാലം കൂടുതൽ അഭിവൃദ്ധികൾ ഏത് രംഗത്തും വന്നുചേരുവാൻ ഈ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട്. ഏറ്റവും പ്രധാനം തൊഴിൽപരമായ വിജയമാണ്. അതായത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും വ്യാപാര വിപണന മേഖലകളിൽ, അതായത് തുലാം രാശി ഒരു വ്യാപാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അങ്ങനെയുള്ള രാശിയുടെ അധിപനാണ് ശുക്രൻ. അപ്പോൾ വ്യാപാര മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു തടസ്സമൊക്കെ ഉള്ളവർക്ക് ഒരു നിവൃത്തി ഉണ്ടാവും. കാര്യങ്ങൾക്ക് കച്ചവടങ്ങൾ വർദ്ധിക്കുക, ഇടപാടുകൾ വർദ്ധിക്കുക, പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുക. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കായാലും വലിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരായാലും, അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സ്റ്റേജ് പ്രോഗ്രാം മുതൽ സിനിമ വരെ ഉള്ള അഭിനയിക്കുന്നവരും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണമായാലും വസ്ത്ര വ്യാപാര നിർമ്മാണമായാലും മറ്റ് IT മേഖലയായാലും മെഡിക്കൽ രംഗമായാലും ഒക്കെ അഭിവൃദ്ധികൾ വന്നുചേരും. നല്ല മേഖലകളിലേക്ക് ജോലി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ നിവൃത്തി സ്ഥാനമായ 7ാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഗൃഹോപകരണങ്ങളോ ആഭരണങ്ങളോ പുതിയ വസ്ത്രങ്ങളോ വന്നു ചേരുകയും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഈ മാസം യോഗമുണ്ട്. വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും പുതിയ ഗൃഹം വന്നു ചേരുന്നതിനുമൊക്കെ ഈ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട് ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട്. കൂടാതെ ശുക്രൻ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന ഈ കാലം ഭാഗ്യം കൊണ്ട് മനസ്സിനിണങ്ങിയ രീതിയിൽ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. വിദേശത്ത്, അതായത് ജലഗ്രഹമാണ്. അങ്ങനെയുള്ള ഈ ജലഗ്രഹം നിവൃത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ സാഗരങ്ങൾ കടന്നോ മറ്റ് അന്യദേശങ്ങളിൽ ജോലിക്ക് പോകുന്നതിനും അവിടെ ജോലി അന്വേഷിച്ച് പോയിരിക്കുന്നവർക്ക് നല്ല ഒരു ജോലി പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല സാമ്പത്തിക അഭിവൃദ്ധി വരത്തക്ക രീതിയിലുള്ള ഒരു ജോലി കിട്ടുന്നതിനുമൊക്കെ യോഗമുള്ള നല്ല സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ടെസ്റ്റുകളൊക്കെ ജോലിക്കായിട്ട് എഴുതുന്നവർ വിജയിച്ച് ഒരു ജോലി കിട്ടുക, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക, ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ മറ്റ് ജോലികളുമാകും. IT മേഖലയായാലും മെഡിക്കൽ രംഗമായാലും ഒക്കെ കഴിവ് ഉള്ള വ്യക്തികളെ തേടി നടക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഈ കാലത്ത് നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും ഒക്കെ ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമാണ്. കടങ്ങളൊക്കെ വീടുകയോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യാം. വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവരും മറ്റ് തീരദേശങ്ങളൊക്കെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരായാലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും
മറ്റേ പൊരുത്തം നോക്കുന്നതിനായാലും ഏതൊരു കാര്യത്തിലും നേരിട്ട് വരാവുന്ന അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.